അത്യുന്നതനായ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ത്രിയേക ദൈവത്തിന് പുകഴ്ചയും പ്രശംസയും ആരാധനയും ആദരവും ഒക്കെ അർപ്പിക്കുകയാണ്. എല്ലാ വിശുദ്ധന്മാർക്കും പ്രത്യേകാൽ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കട്ടെ. ഇന്നലത്തെ സഭായോഗങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും അതാതിടങ്ങളിൽ അനുഗ്രഹകരമായിരുന്നു എന്ന പ്രതീക്ഷയുണ്ട്. കർത്താവ് പിന്നെയും നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഇതിന് തൊട്ട് മുമ്പ് ഞങ്ങൾക്കൊരു ഹിന്ദി ക്ലാസ് തിങ്കളാഴ്ചകളിലുണ്ട്. ദൈവവചനത്തെക്കുറിച്ചുള്ള പഠനമാണ്. വചനത്തിൻ്റെ 3 അവസ്ഥകളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദ സ്പോക്കൺ വേർഡ്, ദ ലിവിങ് വേർഡ് ആൻഡ് ദ റിട്ടൺ വേർഡ്. കൽപ്പിത വചനം, ജഡമെടുത്ത വചനം, എഴുതപ്പെട്ട വചനം. അതിലിപ്പോൾ ഞങ്ങൾ പഠിക്കുന്നത് എഴുതപ്പെട്ട വചനത്തെക്കുറിച്ച്, അഥവാ നമ്മുടെ ബൈബിൾ. ആ ബൈബിൾ പലതിനോടും ഉപമിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഇന്ന് ഞങ്ങൾ പഠിച്ച 2 ഉപമാനങ്ങൾ, 2 സാദൃശ്യങ്ങൾ, 2 symbols ഓഫ് ദ ബൈബിൾ. ഇന്ന് ഞങ്ങൾ പഠിച്ചത് ഇറ്റ്സ് കമ്പയർഡ് ടു എ ലാമ്പ് ആൻഡ് ഓൾസോ sword. വിളക്കിനോടും വാളിനോടും ഉപമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. ദൈവത്തിൻ്റെ വചനം വിളക്കിനോട് ഉപമിക്കപ്പെട്ടത് നമുക്ക് മനഃപ്പാഠമായ വാക്യമാണ്. 119 സങ്കീർത്തനം 105 വാക്യം, 2 പത്രോസ് 1:19 തുടങ്ങിയുള്ള ഒത്തിരി വാക്യങ്ങളുണ്ട്. വിളക്കിൻ്റെ അല്ലെങ്കിൽ വെളിച്ചത്തിൻ്റെ ഉപയോഗമായിട്ട് നാം കാണുന്നത് ഏറ്റവും ഒന്നാമത്തെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സംഗതി, വെളിച്ചം നമ്മളെ എവിടെ എങ്ങനെയായിരിക്കുന്നു എന്നുള്ള നിജാവസ്ഥ വെളിപ്പെടുത്തുന്നു. പണ്ട് ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് ഒരു സിനിമയുടെ പേരാണെന്ന് എനിക്ക് തോന്നുന്നേ, പാതിരാസൂര്യനോ പാതിരാത്രിക്ക് സൂര്യൻ ഉദിച്ചാലെന്നോ അങ്ങനെ കണ്ടൊരു ഒരു പേരാ. ഏതായാലും പല ലേഖനങ്ങളുടെ ഹെഡിങ്ങുകളും ഞാൻ കണ്ടിട്ടുണ്ട്. അർദ്ധരാത്രിക്ക് സൂര്യൻ ഉദിച്ചാൽ പലരുടെയും പല രഹസ്യങ്ങളും വെളിപ്പെടുമെന്ന്. അപ്പോൾ വെളിച്ചം, ദൈവത്തിൻ്റെ വചനം വെളിച്ചമെന്ന നിലയിൽ, ഒരു വിളക്ക് എന്ന നിലയിൽ ആദ്യമായി ചെയ്യുന്നത് നമ്മുടെ നിജാവസ്ഥയെ വെളിപ്പെടുത്തുന്നു എന്നതാണ്. വചനത്തിൻ്റെ മുമ്പിൽ നമുക്ക് നമ്മളെ തന്നെ കാണാൻ പറ്റും. നമ്മുടെ രഹസ്യങ്ങളെ അത് വെളിപ്പെടുത്തി നമ്മൾ എവിടെയായിരിക്കുന്നെന്ന് നമുക്കും ഒരുപക്ഷെ മറ്റുള്ളവർക്കും കൂടെ വെളിപ്പെടുത്തി കൊടുത്തേക്കാം. അതുപോലെ തന്നെ വാൾ എന്ന നിലയിൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയങ്ങളുടെ അകത്തേക്ക് നുഴഞ്ഞു കയറും, ആഴ്ന്നിറങ്ങും. സ്തോത്രം. The word as the sword, it is piercing into the heart of man. മുമ്പും ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ, ഞാൻ വായിച്ചിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. The word of God as the sword of the Spirit has equal effect upon saint, sinner and Satan. ദൈവത്തിൻ്റെ വചനം ആത്മാവിൻ്റെ വാൾ എന്ന നിലയിൽ ഒരു വിശുദ്ധനോടും പാപിയോടും സാത്താനോടും വ്യവഹരിക്കുന്നു. ദൈവവചനത്തിനൊരു വ്യവഹാരമുണ്ട്.
പാപിയോട് വ്യവഹാരമുണ്ട്, വിശുദ്ധനോട് വ്യവഹാരമുണ്ട്, സാത്താനോടും ദൈവവചനം വ്യവഹരിക്കുന്നു. ഒരു വിശുദ്ധനോട് ദൈവത്തിൻ്റെ വചനം വ്യവഹരിക്കുമ്പോൾ അവനെ അത് കൂടുതൽ ചെത്തി വെടിപ്പാക്കുകയാണ്. എന്തിന്? കൂടുതൽ ഫലം കായ്പാൻ. യോഹന്നാൻ 15 കർത്താവ് പറഞ്ഞതുപോലെ, ഒരു പാപിയെ ദൈവത്തിൻ്റെ വചനം അവൻ്റെ ഹൃദയം തുളയ്ക്കുമ്പോൾ, അവൻ്റെ ആത്മാവിലേക്ക് വചനം ഇറങ്ങിച്ചെല്ലുമ്പോൾ, എന്തിനാ അവനെ മുറിവേൽപ്പിക്കുന്നേ? ദൈവത്തിൻ്റെ വചനം എന്തിനവനെ മുറിവേൽപ്പിക്കുന്നു? ഒരു പാപിയെ മാനസാന്തരപ്പെടാൻ. അപ്പോൾ ദൈവവചനത്തിൻ്റെ ഈ രണ്ട് പ്രവൃത്തികളും വെളിച്ചം എന്ന നിലയിൽ നമ്മുടെ യഥാർത്ഥ അവസ്ഥയെ വെളിപ്പെടുത്തുമ്പോഴും, ആത്മാവിൻ്റെ വാൾ എന്ന നിലയിൽ നമ്മെ ചെത്തുമ്പോഴും, നമ്മെ മാനസാന്തരത്തിനായി മുറിവേൽപ്പിക്കുമ്പോഴും, നാം പിണങ്ങാതെ, ദേഷ്യപ്പെടാതെ അതിന് വിധേയപ്പെട്ടാൽ, ദൈവത്തിങ്കിലേക്ക് നമ്മൾ ഓടി അടുത്ത് ചെന്നാൽ, മുറിവ് കെട്ടി ഞെക്കിക്കഴുകി നമ്മെ സൗഖ്യമാക്കും. എന്നാൽ ദുഃഖകരമായ കാര്യം, ഞാൻ ഇത്രയും പറഞ്ഞു വന്നത് ഇനിയും പറയാൻ പോകുന്ന കാര്യത്തിന് വേണ്ടിയാണ്. ഇന്നലത്തെ നമ്മുടെ സഭായോഗത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇത് ഇന്ന് ഈ പറഞ്ഞതുമായിട്ട് ചേർത്ത് അങ്ങ് വയ്ക്കുന്നുവെന്നേ ഉള്ളൂ. പല സഭകളിലും ദൈവത്തിൻ്റെ വചനം വെളിച്ചമായും വാളായും ഉപയോഗിക്കപ്പെടുന്നില്ല. അങ്ങനെ ഉപയോഗിക്കപ്പെടുന്ന സഭകളിൽ ആളും കുറവാണ്. അവർക്ക് ഇഷ്ടമല്ല. വചനം മുറിവേൽപ്പിക്കുന്നത് കുത്തുപ്രസംഗമാണെന്ന് പറയും. പ്രസംഗിക്കുന്നവനെ ചീത്ത പറഞ്ഞിട്ട് സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവും. പ്രിയരെ, നിങ്ങൾ കേട്ടിട്ടുള്ളതുപോലെ ഞാൻ ആവർത്തിച്ചു പറയുന്നു, നമ്മുടെ പാപത്തെ അഡ്രസ് ചെയ്യാത്ത ഒരു സഭയിൽ നാം പോകുന്നെങ്കിൽ അത് നിർത്തിക്കോണം, കുഴപ്പമില്ല. If we are attending a church where sin is not addressed seriously, where free salvation is not declared, and the strict consequences of unrepentance is not uncompromisingly preached, it is a sign that you should leave that congregation. 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പാപത്തെ ഗൗരവമായി പ്രസംഗിക്കാത്ത, യേശുക്രിസ്തുവിൽ കൂടെ സൗജന്യമായി ലഭിക്കുന്ന രക്ഷയെ പ്രസിദ്ധമാക്കാത്ത, മാനസാന്തരപ്പെടാത്തവർക്ക് യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ലഭിക്കുവാൻ പോകുന്ന ശിക്ഷാവിധിയെക്കുറിച്ച് വിളംബരം ചെയ്യാത്ത ഒരു സഭയിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ ശരിയായ ഇടത്തല്ല നമ്മൾ പോകുന്നത്. സഭ മാറിക്കോ, കുഴപ്പമില്ല. സ്തോത്രം. ഇതിന് തൊട്ട് മുമ്പ് നടന്ന ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് നിങ്ങളോടും കൂടെ ഒന്ന് പങ്കുവച്ചെന്നേ ഉള്ളൂ. സ്തോത്രം. അല്ല, ഇപ്പം മിക്കയിടത്തും പാപത്തെ പോളിഷ് ചെയ്ത് അങ്ങ് പൊതിഞ്ഞു കെട്ടി വിടുക. അതെ, അതുകൊണ്ടും കൂടെയാണ് ഞാൻ പ്രത്യേകിച്ചത് എടുത്തു പറഞ്ഞത്. അത് പാടില്ല.
അത് പാടില്ല. ആൾക്കാർ വിട്ടുപോകാതിരിക്കാനും ആൾക്കാർ പിണങ്ങാതിരിക്കാനും ഒക്കെ ആ നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ജനത്തിനത് ഇഷ്ടമല്ല. അതുകൊണ്ട് പാസ്റ്റർമാരും വിചാരിക്കും, എന്തിനാ വെറുതെ പിണക്കുന്നത്? പ്രത്യേകിച്ച് ട്രാൻസ്ഫറും കൂടെ ഒക്കെയുള്ള പാസ്റ്റർമാരാണെങ്കിൽ, ആ ഞാൻ ചാർജ് എടുത്തപ്പം 100 പേരുണ്ടായിരുന്നു, ഇനി ആരും കൂടിയില്ലെങ്കിലും സാരമില്ല, ഇവരെ കുറയാതൊന്ന് സൂക്ഷിച്ച് അടുത്ത ആളിനെ ഏൽപ്പിച്ച് 3 വർഷം 5 വർഷം കഴിയുമ്പോൾ അങ്ങ് പോകണം എന്നൊരു നിലപാടിലേക്ക് നമ്മുടെ സഭകൾ തരം താണിരിക്കുന്നു. ദിസ് ഈസ് എ സ്പിരിച്വൽ ഡിക്ലൈനിങ് that must not have happened in our churches. സ്തോത്രം. അതിൻ്റെ ദുഃഖവും പ്രയാസവും ഒക്കെ ആത്മീയമായ ഭാരം മനസ്സിലുള്ളത് കൊണ്ട്, ഇപ്പോൾ അത് ഇതിനു മുമ്പുള്ള മീറ്റിങ്ങിൽ പറഞ്ഞതുകൊണ്ടും നമ്മുടെ ഇടയിലും ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മുടെ വിഷയത്തോട് അതിന് ബന്ധം ഇപ്പോഴില്ല, മുമ്പോട്ടുണ്ട്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അല്ല, ഇങ്ങനെയുള്ള ചർച്ച് മാറി നമ്മൾ വേറെ ഏത് ചർച്ചിലോട്ട് പോകുമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെയുള്ള ശുശ്രൂഷിക്കുന്ന, ഈ നിലയിൽ ഊന്നൽ കൊടുക്കുന്ന കൂടിവരവുകൾ തീർച്ചയായിട്ടും ഉണ്ട്. എല്ലാം ഇങ്ങനെയാണെന്ന് ഒരിക്കലും പറയാനൊക്കത്തില്ല. ന്യൂനപക്ഷമാണ് എന്നുള്ളത് സത്യം. 90% അങ്ങനെ, 90%. അതെ, ഒരു ന്യൂനപക്ഷമാണ്, അത് ശരിയാ. പക്ഷേ വേറെ അങ്ങനെയുള്ളത് ഇല്ല എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. ഇതിനകത്ത് സംഘടന വിഷയമല്ല കേട്ടോ. ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞ, പക്ഷേ ഇറ്റ്സ് വെരി ടഫ്. സ്തോത്രം. അങ്ങനെയുള്ളത് നമ്മൾ ആ കൂട്ടായ്മകളിൽ സജീവമായി പങ്കെടുക്കുകയും നമ്മുടെ ജീവിതത്തെ കർത്താവിന് വേണ്ടി സമർപ്പിക്കുകയും ചെയ്യുക. അപ്പം ഇതേ സംബന്ധിച്ച് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് എനിക്ക് തന്നൊരു കാഴ്ചപ്പാടനുസരിച്ച് എനിക്ക് കിട്ടിയൊരു വേദിയിൽ, പരസ്യവേദിയിൽ ഞാൻ പ്രസംഗിച്ചപ്പോൾ, യോഗം കഴിഞ്ഞതും കുറച്ച് സഹോദരന്മാർ, പ്രായമുള്ള സഹോദരന്മാർ, അച്ചായന്മാർ, കരഞ്ഞുകൊണ്ട് എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ഞങ്ങളിതൊക്കെ അനുഭവിക്കുന്നവരാണ്. എന്നിട്ട് അവർ പറഞ്ഞത്, ഞങ്ങൾ പെന്തക്കോസ്തുകാരാണ് കേട്ടോ, പെന്തക്കോസ്തുകാരാണ് അവരെല്ലാവരും, ഞങ്ങൾ കുറച്ചു പേര് ഞങ്ങളുടെ നാട്ടിലും ഒക്കെ ഉണ്ട്. ഒരു മെമ്പർഷിപ്പിന് വേണ്ടി ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന ആ സഭയിൽ അങ്ങ് കൂടുന്നു, മെമ്പർഷിപ്പിനുള്ളതൊക്കെ ഞങ്ങൾ ചെയ്യുന്നു. പക്ഷേ ആത്മീയ കൂട്ടായ്മകൾക്ക് വേണ്ടി ഞങ്ങൾ കുറച്ചു പേര് കൂടിയിരുന്ന് ഈ നിലകളിൽ ആത്മീയ വർധനവിനുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്നു. ഇനി വേറെ നമുക്കൊരു സഭ ഈ നിലയിൽപ്പെട്ടതില്ലെങ്കിൽ ഇത് ചെയ്യാനായിട്ട് സാധിക്കും. സമാന കാഴ്ചപ്പാടുള്ള ദൈവമക്കൾ ഒരുമിച്ച് സഭാ സംഘടന നോക്കേണ്ടതിനകത്ത് നമ്മൾ സഭ ഉണ്ടാക്കാൻ പോവുകയല്ല. പല സംഘടനകളിൽപ്പെട്ടവരാകാം. മെമ്പർഷിപ്പ് എവിടെയാണെന്നോ അവിടെ കിടന്നോട്ടെ. കല്യാണം നടത്താനോ ശവടക്ക് നടത്താനോ ഒക്കെ അവർ വന്നോട്ടെ, അത് കുഴപ്പമില്ല. എന്നാൽ അതല്ലാതെ ആത്മീയ കൂട്ടായ്മയ്ക്ക് വേണ്ടി അങ്ങനെയുള്ളവർ ഒരുമിച്ച് കൂടുകയും അതിനകത്ത് പാസ്റ്റേഴ്സുമാകാം, വിശ്വാസികളുമാകാം, ഒരുമിച്ച് കൂടി ദൈവത്തിൻ്റെ വചനം പങ്കുവെക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഹൃദയം പങ്കുവെക്കുന്നു, വേദനയോടെ ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുന്നു. അങ്ങനെയുള്ള നിലകളിൽ നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് പറ്റും. അങ്ങനെ ഞങ്ങൾ ഈ ഒരു മീറ്റിങ്ങിനകത്ത് പങ്കെടുക്കുന്നു. സ്തോത്രം. തീർച്ചയായിട്ടും ഇങ്ങനെ നമുക്കാകാം. ഇല്ല, അങ്ങനെ പഴയ കാലത്ത് ഇങ്ങനെ സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന പല സംഘടനകളും ഉണ്ട്. മീൻസ്
പലരും ഉണ്ടായിരുന്നു. വീടുകളിൽ തന്നെ സഭായോഗവും ആരാധനയും ഒക്കെ നടത്തി എനിക്കറിയാം. അതെ, സ്തോത്രം. ഈവൻ US-ലും അങ്ങനെയുള്ളവരെ ഞാൻ കൂടുതൽ കണ്ടിട്ടുണ്ട്. എൻ്റെ അറിവിൽ ഇങ്ങനെയുള്ള ഈ സെൽ മീറ്റിങ്സ് പോലെയുള്ള പല സംഘടനകളിൽപ്പെട്ടവർ എൻ്റെ അറിവിൽ കൂടുതലുള്ളത് അമേരിക്കയിലാണ്. പലരിൽ നിന്നും ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ ഭൂരിപക്ഷം ഏതുവഴിയൊക്കെ പോയാലും നമുക്ക് ദൈവവചനത്തിൻ്റെ ക്രിസ്തുവും അപ്പോസ്തലന്മാരും വെട്ടിത്തെളിച്ച പാതയിലൂടെ യാത്ര ചെയ്യാൻ കർത്താവ് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ വിഷയത്തിൽ നിന്നും മാറിയ ഒരു മുഖവരിയാണെങ്കിലും ഇവിടെ നിർത്തുന്നു. എങ്കിലും കാലിക പ്രസക്തം എന്ന് ഞാൻ കരുതുന്നു. സാത്താനോടുള്ള ബന്ധത്തിൽ വചനമാകുന്ന വാൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് എന്തോ? സാത്താനോടുള്ള ബന്ധത്തിൽ വചനമാകുന്ന വാൾ എങ്ങനെയാ പ്രവർത്തിക്കുന്നത്? മൂന്നാമത്തെ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ എന്ന് പൗലോസ് അവിടെ പറയുന്നതിൽ ഏറ്റവും ഒടുവിലത്തെ ആയുധമായിട്ട് പറയുന്നത് രക്ഷയുടെ ശിരസ്ത്രവും ആത്മാവിൻ്റെ ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവീൻ. അവിടെ പറയുന്ന 7 ആയുധങ്ങൾ, അതിൽ 5 എണ്ണം ഡിഫൻസീവാണ്, നമ്മുടെ പ്രതിരോധത്തിന് വേണ്ടിയുള്ളതാണ്. സത്യം തുടങ്ങി രക്ഷ വരെയുള്ള 5 എണ്ണം നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി, ശത്രുവിൻ്റെ ആക്രമണത്തെ തടയാനുള്ള ഡിഫൻസീവ് വെപ്പൺസ് ആണ്, പ്രതിരോധ ആയുധങ്ങളാണ്. എന്നാൽ ഒടുവിൽ പറയുന്ന 2 എണ്ണം ആത്മാവിൻ്റെ വാൾ, അതിനുശേഷം ആത്മാവിലുള്ള പ്രാർത്ഥന. ഇത് രണ്ടും ഒഫൻസീവാണ്, സാത്താൻ്റെ മേൽ ആക്രമണം നടത്താനുള്ളതാണ്. അതിലിപ്പോൾ നമ്മുടെ വിഷയം ആത്മാവിൻ്റെ വാൾ എന്ന നിലയിൽ ദൈവത്തിൻ്റെ വചനം സാത്താൻ്റെ മേൽ എന്തു ചെയ്യുന്നു എന്ന് വെച്ചാൽ, യേശു കർത്താവ് പരീക്ഷാ സമയത്ത് ചെയ്തത് തന്നെ. ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളിനാൽ സാത്താനെ എതിരിടുന്നു. അവനെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ആയുധമാണ് ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാൾ. പാപത്തോടും പോരാടുന്നതിന് ഇത് നമുക്ക് ആയുധമായിട്ട് ഉപയോഗിക്കാം. വ്യക്തമായി കാണുമല്ലോ. മനസ്സിലായി. ഓക്കെ, താങ്ക് യു. സ്തോത്രം. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. എബ്രായർക്കുള്ള ലേഖനം 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണല്ലോ നമ്മുടെ പ്രതിപാദനം. അതിൽ 3-ഉം 4-ഉം വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് ചിന്തിച്ചു വരുന്നത്, ദിവസങ്ങളായിട്ട്. ഇത്ര വലിയ രക്ഷ അതെന്തുകൊണ്ട് ഇത്ര വലുതായിരിക്കുന്നു എന്നുള്ളതിന് നമ്മൾ 21ഓളം കാരണങ്ങൾ തിരുവെഴുത്തിൽ നിന്ന് പഠിച്ചു. അതിനുശേഷം നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്, കഴിഞ്ഞ ദിവസവും ശനിയാഴ്ച രാത്രിയിലും നമ്മൾ കണ്ടത്, രക്ഷയുടെ ആ പദവിവക്ഷയായിരുന്നു. ആ രക്ഷ എന്ന പദത്തെ നമ്മൾ മൂലവാക്കിൽ നിന്നും എടുത്ത് അപഗ്രഥിക്കുകയായിരുന്നു. അതിൽ 7-8ഓളം അർത്ഥങ്ങൾ ഡിക്ഷണറി കൊടുക്കുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടല്ലോ. എന്നാൽ നമുക്ക് പ്രസക്തമായത് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ എന്നും പറഞ്ഞിരുന്നത് ഓർക്കുന്നുണ്ടായിരിക്കും. അതിൽ നമ്മൾ 4 കാര്യങ്ങൾ നോക്കി. രക്ഷ, സോറ്റീരിയോളജി, രക്ഷാശാസ്ത്രം.
അതിൻ്റെ 4 സാധ്യതകൾ അല്ലെങ്കിൽ 4 അർത്ഥങ്ങളാണ് കണ്ടത്. ഏറ്റവും ഒന്നാമത്, ഭൗമികമായ തലത്തിൽ താൽക്കാലികമായ മേഖലയിൽ ഉണ്ടാവുന്ന രക്ഷ അല്ലെങ്കിൽ വിടുതൽ എന്ന് ഉള്ളത്. മറ്റൊന്ന്, രണ്ടാമതായിട്ട് നമ്മൾ കണ്ടത് ആത്മീയമായിട്ടുള്ള, നിത്യമായിട്ടുള്ള, നമ്മുടെ ആത്മാവിനെ ബാധിക്കുന്ന, നിത്യതയുമായി ബന്ധപ്പെട്ട വിടുതൽ എന്നുള്ളതായിരുന്നു. മൂന്നാമത് നമ്മൾ കണ്ടത്, ഇപ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് പാപത്തിൻ്റെ ശക്തിയുടെ മേൽ, പാപത്തിൻ്റെ സ്വാധീനത്തിൻ്റെ മേൽ ദൈവശക്തിയാൽ, പരിശുദ്ധാത്മശക്തിയാൽ ഒക്കെ ലഭിക്കുന്ന വിടുതൽ, വിജയം, വിമോചനം എന്നതിനെയും രക്ഷ എന്ന് വിവക്ഷിക്കുന്നു. നാലാമതായിട്ടുള്ളതാണ് നാം ശനിയാഴ്ച കണ്ടത്. അതും ഭാവിപരമായ ഒരു സംഗതിയായിട്ട് നമ്മൾ കണ്ടു. പക്ഷേ പ്രത്യേകിച്ച് നാം അതിനെ കണ്ടത് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ, അറ്റ് ദ പരൂസിയ ഓഫ് ജീസസ്, ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് വിശേഷിച്ച് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന വീണ്ടെടുപ്പ്, കൂടാതെ ദൈവക്രോധത്തിൽ നിന്ന് ലഭിക്കുന്ന വിമോചനം. സ്തോത്രം. സുവിശേഷം അനുസരിക്കാത്തവർ, ദൈവജനത്തെ പീഡിപ്പിക്കുന്നവർ, യേശുക്രിസ്തുവിനെ തിരസ്കരിക്കുന്നവരൊക്കെ നീക്കുപോക്കില്ലാത്ത ദൈവകോപത്തിന് പാത്രീഭവിക്കുമ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പാപങ്ങളിൽ നിന്ന് മാനസാന്തരപ്പെട്ട നമുക്ക് ലഭിക്കുന്ന ദൈവക്രോധത്തിൽ നിന്നുള്ള വിമോചനത്തെ, വിടുതലിനെ രക്ഷ എന്ന് നമ്മൾ കാണുകയുണ്ടായി. അത്രയുമായിരുന്നു നമ്മൾ ശനിയാഴ്ച വരെ കണ്ടത്. ഒന്ന് കൂടെ വരാൻ വേണ്ടി അവയൊന്ന് ഉപസംഹരിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ ഉള്ളതിൽ, ശനിയാഴ്ച വരെ നമ്മൾ കണ്ടതിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഇല്ലാത്ത പക്ഷം ഇതിൽ ഒരു കാര്യവും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പ്രവേശിക്കാം. 8 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞതിൽ ഒരെണ്ണം കൂടെ നമുക്ക് പ്രസക്തമായിട്ട് തോന്നുന്നു. അത് പരിശുദ്ധാത്മാവിനാൽ അല്ലെങ്കിൽ ക്രിസ്തുയേശുവിലൂടെ വിശ്വസിക്കുന്ന, മാനസാന്തരപ്പെടുന്ന ഒരുവന് ലഭിക്കുന്ന സകലവിധ അനുഗ്രഹങ്ങളെയും ഒരുമിച്ച് രക്ഷ എന്ന പദം കൊണ്ട് പുതിയ നിയമം അർത്ഥമാക്കുന്നുണ്ട്. സ്തോത്രം. അപ്പം ഈ 5ാമത്തെ ഒരർത്ഥമായിട്ട് നമ്മൾ 4 എണ്ണം കണ്ടുവല്ലോ. അതിൽ 2, 3, 4 നമുക്ക് കൂടുതൽ പ്രസക്തമായത്. ഇപ്പോൾ 5ാമത്തേതായിട്ട് നമ്മൾ നോക്കുന്നത് ഒരു വാക്യം വായിക്കാമല്ലോ. 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം, 2 Corinthians 6:2. ആരെയില്ലേ? വിഷാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. In the time of favor, I have listened to and heeded your call, and I have helped you on the day of deliverance, the day of salvation. Behold,
Now is truly the time for a precious welcome and acceptance. Behold, now is the day of salvation. എബ്രായ ലേഖനം 5:9 കൂടെ നോക്കിക്കാട്ടെ. ഹീബ്രൂസ് 5:9. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. പൗലോസ് കുറിന്ത് ലേഖനത്തിലും രക്ഷാദിവസം, സുപ്രസാദ കാലം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ ഇവിടെയെല്ലാം നാം കാണുന്നത്, ഇവിടെ പറയുന്ന രക്ഷയെ അർത്ഥമാക്കുന്നത് ഇൻക്ലൂസീവ് ഓഫ് ഓൾ ദ ബ്ലെസ്സിങ്സ് ഫോർ men through Christ. യേശുക്രിസ്തുവിൽ കൂടെ ലഭിക്കുന്ന ഹോളിസ്റ്റിക്കായ വിടുതലുകൾ, സമാധാനങ്ങൾ, അനുഗ്രഹങ്ങൾ, ഇവയെല്ലാം കൂടെ ചേർത്താണ് ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ രക്ഷ എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. എല്ലാം കൂടെ ചേർത്ത. പൊതുവെ അതിനകത്ത് സൗഖ്യവും സമാധാനവും നന്മകളും ഉയർച്ചകളും ആത്മീയവും ഭൗതികവും മനഃശാസ്ത്രപരവും അഥവാ മാനസികവും ഒക്കെയായ എല്ലാ മേഖലകളെയും ഉൾപ്പെടുത്താം. ഹോളിസ്റ്റിക് ഡെലിവറൻസ് ഓർ ബെസ്റ്റോവിങ് ഓഫ് ബ്ലെസ്സിങ്സ് ത്രൂ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ കൂടെ ദൈവം മനുഷ്യർക്ക് നൽകുന്ന സകല ദാനങ്ങളെയും സകല അനുഗ്രഹങ്ങളെയും ഒരുമിച്ച് ചേർത്തും രക്ഷയെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ ഈ വിധമായ എല്ലാ നന്മകളും അവന് ലഭിക്കുന്നു. ഈ വിധമായ എല്ലാ നന്മകളും അവനുണ്ടാകുന്നു. അതവൻ്റെ ഭൗതിക തലത്തെ ബാധിക്കും, മാനസിക തലത്തെ ബാധിക്കും, അവൻ്റെ സ്വഭാവത്തെ ബാധിക്കും. അങ്ങനെ എല്ലാ നിലകളിലും എന്നും വഴക്കും ചീത്തവിളിയും അടിയും ബഹളവും പാത്രം തല്ലിപ്പൊട്ടിക്കലും ചോറും ആഹാരവും ഒക്കെ എടുത്ത് എറിയുന്നതും ഒക്കെ പതിവായിരുന്നൊരു വീട്ടിൽ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ഈ അവസ്ഥകൾക്കൊക്കെ മാറ്റം ഉണ്ടാവുന്നു. അപ്പോൾ ഭാവി കാലത്ത് നിത്യതയിൽ ലഭിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തോടൊപ്പമുള്ള നിത്യത മാത്രമല്ല അവന് ലഭിക്കുന്ന ആ രക്ഷ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, കുടുംബാന്തരീക്ഷത്തിന് വലിയ മാറ്റം ഉണ്ടാവുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ ജ്യേഷ്ഠനാണ് ആദ്യം രക്ഷിക്കപ്പെടുന്നത്. മഹാ തല്ലിപ്പൊളി, വഴക്കാളി. ആരോടും വഴക്കിടും. എനിക്ക് ഓർമ്മയുണ്ട്, അദ്ദേഹം മദ്യപിച്ച് വഴക്കൊക്കെ ഉണ്ടാക്കി രാത്രിയിൽ മിക്കവാറും വരുന്നത് രാത്രി 12-1 മണി സമയത്താണ്. ആ കാലത്തൊക്കെ 8 മണി കഴിഞ്ഞാൽ പിന്നെ റോഡിലാരും കാണത്തില്ല. അങ്ങനെയുള്ള സമയം. 8 മണിയൊന്നും വേണ്ട. വന്നു കഴിഞ്ഞാലോ ഭയങ്കര തെറിവിളി, വഴക്ക്.
ഇനിയും വീട്ടിൽ വന്നിങ്ങനെ നിൽക്കുന്ന സമയത്ത് അയലത്തെങ്ങാണ് ഒരാൾ ചുമച്ചാൽ അവിടെ പോയി അവരെ ചെയ്ത് എന്താ ചുമക്കെന്ന് ചോദിക്കും. രാത്രി കിടന്ന് ചുമക്കുന്നവനാ. രാത്രി ഞങ്ങൾക്ക് ഉറക്കമില്ല, സ്വസ്ഥതയില്ല. ആഹാരം ഉണ്ടാക്കി വെച്ചാൽ പോലും ആരും കഴിക്കത്തില്ല. പക്ഷേ താൻ രക്ഷിക്കപ്പെട്ടപ്പോൾ ഈ അവസ്ഥകൾക്കൊക്കെ മാറ്റം ഉണ്ടായി. വീട്ടിലും നാട്ടിലും ഒക്കെ സമാധാനമായി. ഞങ്ങൾ ശുശ്രൂഷിച്ച് ഞാനും കുട്ടിയങ്ങളൊക്കെ ഉണ്ടായിരുന്ന ചർച്ചിൽ അങ്കിളിന് ഓർമ്മ കാണുമായിരിക്കും ഒരു പക്ഷേ, ഒരു ജർബഡെ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കൽക്കരി ഖനിയിൽ ജോലി ചെയ്യുന്ന ആളാ. കൽക്കരി ഖനിക്കകത്ത് ലോഡറാ. വെടിവെച്ച് പൊട്ടിച്ചിടുന്ന കൽക്കരി അങ്ങ് മുകളിലേക്ക് കൊണ്ടുപോകാനുള്ള ട്രോളികളിൽ ട്രെയിനിൻ്റെ റെയിലാണ്, അതിൽ നിറയ്ക്കുന്ന ജോലിയാണ്. തലച്ചുമടായിട്ട് എടുത്തിടണം, നിറയ്ക്കണം. അവർക്ക് ശമ്പളമല്ല, ചെയ്യുന്ന ജോലിക്കനുസരിച്ചാണ്. ഈ മനുഷ്യൻ 10-15 വർഷമായി ജോലി ചെയ്യുന്നു. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ജോലിക്ക് പോകാൻ ഒക്കുന്നില്ല, ശമ്പളമില്ല, വീട്ടിൽ ആഹാരമില്ല. പണ്ട് മേടിച്ച സാധനങ്ങളിലെ കടം വീട്ടാൻ കിടക്കുന്നു. കടക്കാരെന്നും രാവിലെ വീട്ടിൽ വരും. ഗോതമ്പൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് മണ്ണ് കൊണ്ടൊരു സാധനം ഉണ്ടാക്കി വെക്കാറുണ്ട് അവിടേക്ക്. ഇപ്പം അതിനകത്ത് ഗോതമ്പൊന്നുമില്ല. ഈ മനുഷ്യൻ, കടക്കാർ വരുമ്പം ഈ മനുഷ്യൻ അതിനകത്താണ് കയറി ഒളിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഒരിക്കൽ ഞങ്ങളുടെ ചർച്ചിൽ വെച്ച് നടന്ന 40 ദിവസം ഉപവാസ പ്രാർത്ഥനയുടെ 3-ാം ദിവസമാണെന്ന് തോന്നുന്നു, ഈ മനുഷ്യനെ ഇദ്ദേഹത്തിൻ്റെ അമ്മ, പ്രായമുള്ള ഒരു സ്ത്രീ കൂട്ടിക്കൊണ്ടുവന്നു. അന്ന് തൊട്ട് ജോലിക്ക് പോകുന്നില്ലല്ലോ, അയാൾക്ക് ജോലിക്ക് പുറക്കത്തില്ല. ശരീരമാസകലം വേദന, വല്ലാത്ത അസ്വസ്ഥതകൾ. 5 മക്കള്. മൂത്ത കുട്ടി അന്ന് എനിക്ക് തോന്നുന്നു 9-ലോ 10-ലോ പഠിക്കുക. അന്ന് മുതൽ എല്ലാ ദിവസവും ഈ മനുഷ്യൻ രാവിലെ പ്രാർത്ഥനയ്ക്ക് വരും, രാത്രി മീറ്റിംഗ് കഴിഞ്ഞ് പോകും. 40 ദിവസം തീരുന്ന സമയത്ത് സ്നാനം ഉണ്ടായിരുന്നു. ഇദ്ദേഹം സ്നാനപ്പെട്ടു. തുണിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ പോയി ആരുടെ എടുത്തുകൊണ്ട് വന്നു, സ്നാനപ്പെട്ടു. ഞായറാഴ്ചയായിരുന്നു ഉപവാസം തീരുന്നത്. തൊട്ടടുത്ത ദിവസം തിങ്കളാഴ്ച ഇയാൾ പോയി ചെക്കപ്പൊക്കെ ചെയ്തു, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുത്തു. പിറ്റേ ദിവസം മുതൽക്ക് അയാൾ ജോലിക്ക് പോയി തുടങ്ങി. ഞായറാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും ജോലിക്ക് പോകും. ആ മാസം ഭയങ്കര ശമ്പളം കിട്ടി. ഏതാനും മാസങ്ങൾക്കകം കടമെല്ലാം വീട്ടി, വീട്ടിൽ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. നോർത്ത് ഇന്ത്യയിലെ ചൂടിന് ഇത്രയും വർഷമായിട്ടും ഒരു കൂളർ വാങ്ങിച്ചിട്ടില്ല. ആ വർഷം ആദ്യമായിട്ട് അവരൊരു കൂളർ വാങ്ങി. ഇതുവരെ 15 കിലോയുടെ എണ്ണ ഒരുമിച്ച് വാങ്ങിച്ചിട്ടില്ല, ആദ്യമായിട്ടത് വാങ്ങി. എന്തിനേറെ അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്ന് സാക്ഷി പറഞ്ഞ് ഓർക്കുന്നുണ്ട്. നേരത്തെ ഉപയോഗിക്കുമായിരുന്ന റേഷൻ, അരിയും ഗോതമ്പും എണ്ണയും മസാലയും ഇപ്പോൾ അത്രയും പഴയ അത്രയും വേണ്ട. പണ്ട് ഒത്തിരി ചപ്പാത്തി എത്ര ഉണ്ടാക്കിയാലും ചോറ് എത്ര വെച്ചാലും ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് ഒടുവിൽ അടിച്ചു പിരിയും, വഴക്കുണ്ടാക്കും. എന്നും ആഹാര സമയത്ത് അടിയും വഴക്കുക. കാരണം തികത്തില്ല, എത്ര ഉണ്ടാക്കിയാലും തികത്തില്ല, ആര് തിന്നുന്നറിയത്തില്ല. ഇപ്പോൾ അതിൻ്റെ ഏകദേശം പകുതിയോളം മതിയെന്ന്. ആകമാനമായി മാറി. അപ്പം കൂളറും എണ്ണയൊക്കെ ഇങ്ങനെ മേടിക്കാൻ തുടങ്ങിയപ്പം ആൾക്കാർ പറഞ്ഞു തുടങ്ങി, ഇവർ ചർച്ചിൽ പോകുന്നത് കൊണ്ട് ചർച്ചുകാർ കാശ് കൊടുത്തതാണ്. ഒടുവിൽ അവർ പറഞ്ഞു, കാശ് അവരും കൊണ്ട് തന്നില്ല, എനിക്ക് കിട്ടുന്ന ശമ്പളത്തിന് അങ്ങോട്ട് സ്വോത്രകാഴ്ചയും ദശാംശവും കൊടുക്കുകയാണ് അവർ പഠിപ്പിക്കുന്നത്. രക്ഷിക്കപ്പെട്ടപ്പോൾ ജീവിതത്തിൽ ആകമാനമായ മാറ്റം.
ശരീരത്തിൽ അത് പ്രകടമാണ്, സ്വഭാവത്തിൽ അത് പ്രകടമാണ്, കുടുംബജീവിതത്തിൽ അത് വ്യക്തമാകുന്നു, ആഹാരകാര്യങ്ങളിൽ, കൊടുക്കൽ വാങ്ങലുകളിൽ, ജോലിക്ക് സ്ഥിരമായിട്ടിപ്പോൾ പോകുന്നു, കടക്കാരുടെ കടം തിരികെ കൊടുക്കുന്നു. നോക്കണേ, ആകമാനം ഭൗതിക തലത്തിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ മനസ്സിനോ എന്തൊരു സമാധാനം. നേരത്തെ ആഹാര സമയത്തും കൂട്ടടിയ, നീയാ കൂടുതൽ തിന്നത്, നീയാ കൂടുതൽ തിന്നത്. ഇപ്പം പ്രശ്നമില്ല, ഇപ്പം കഴിച്ച് ശേഷിപ്പിക്കുക. അമ്മ കൊണ്ട് നടക്കുക, ചുരുടെ കഴിക്കട, ചുരുടെ കഴിക്കട. എന്തൊരു സമാധാനം. ഇങ്ങനെ ആകമാനമായ ഒരു രക്ഷയുടെ അനുഭവമാണ് ഉള്ളത്. എല്ലാ മേഖലകളെയും ഈ രക്ഷ ബാധിക്കും, കേവലം മണ്ഡലത്തെ മാത്രമല്ല, സമസ്ത മേഖലകളെ. പക്ഷെ അതിൻ്റെ അടിസ്ഥാനം എവിടെയാ? ആത്മാവിലാണ്. ദൈവവുമായുള്ള നമ്മുടെ ബന്ധം ശരിയാകുമ്പോൾ, ദൈവത്തോട് നാം നിരപ്പ് പ്രാപിക്കുമ്പോൾ, പാപത്തിൻ്റെ ക്ഷമ ലഭിച്ചു കഴിയുമ്പോൾ, ഈ രക്ഷയുടെ മറ്റു മേഖലകളിലേക്കും അതങ്ങ് വ്യാപരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയാറുള്ളത്, രക്ഷ, നിത്യജീവൻ ഇവയൊക്കെ ഈ ജീവിതത്തിൽ തന്നെ നമുക്ക് രുചിക്കുവാൻ കഴിയുന്ന കാര്യങ്ങളാണ്. സ്തോത്രം. നമുക്ക് അതിൻ്റെ സമാധാനവും സന്തോഷവും, ഈ സന്തോഷ സമൃദ്ധിയും, പണസമൃദ്ധി അല്ല ഞാൻ പറയുന്നത്, സന്തോഷ സമൃദ്ധിയും ഇപ്പോൾ നമുക്ക് അനുഭവിപ്പാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ രക്ഷാനുഭവത്തിൽ എന്തോ പ്രശ്നമുണ്ട്. ആരും തെറ്റിദ്ധരിക്കരുത്, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകത്തില്ല, രോഗം ഉണ്ടാകത്തില്ല. ആ ഉപദേശമല്ലിത്. ഉണ്ടാകാം, പക്ഷേ അതിൻ്റെ നടുവിലും എന്തെന്നില്ലാത്ത മനസമാധാനവും പരസ്പര ബന്ധങ്ങളിലെ ആരോഗ്യകരമായ അവസ്ഥകളുമൊക്കെ നിലനിൽക്കും. സ്തോത്രം. രോഗങ്ങൾ അപ്പോഴും ഒരു പക്ഷെ ഉണ്ടാകാം, പക്ഷെ നിരാശ ഉണ്ടാവത്തില്ല. സ്തോത്രം. നിരാശ ഉണ്ടാവത്തില്ല. പൗലോസ് പറയുന്നത് പോലെ വീണ് കിടക്കുന്നെങ്കിലും നശിച്ചു പോകുന്നില്ല. അത് രക്ഷാനുഭവത്തിൻ്റെ ഒരു വലിയ, എന്താണ് പറയുന്നത്, അനുഭവമാണ്. സ്തോത്രം. ഭക്തന്മാര് പാടിയിട്ടുള്ളത് പോലെ, കഷ്ടതയിലും പാടുവാൻ, നഷ്ടങ്ങളെ ആഘോഷമാക്കാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ, ആഘോഷിക്കുവാൻ ഒക്കെ കഴിയുന്ന തരത്തിൽ ഈ രക്ഷയുടെ വ്യാപാരം, ഈ രക്ഷയുടെ സ്വാധീനം നമ്മുടെ സമസ്ത മേഖലകളെയും ബാധിക്കും. ഞാൻ നമ്മുടെ ഇടയിൽ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത്, ആവർത്തിക്കുന്നതിൽ ക്ഷമിച്ചാലും. കഴിഞ്ഞ ദിവസം മറ്റൊരു ദൈവദാസൻ എന്നോട് പറഞ്ഞ കാര്യമാണ്, നമ്മൾ രക്ഷിക്കപ്പെട്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ മൃഗങ്ങൾക്ക് വരെ അത് മനസ്സിലാകണമെന്ന്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ അല്ലേ? മൃഗങ്ങളോട് വരെയുള്ള ഇടപാടിൽ അത് പ്രതിഫലിക്കും. ചവിട്ടുമത്തയിൽ കിടന്ന് എന്നും ഉറങ്ങുന്ന പട്ടി
ഈ മനുഷ്യൻ വരുമ്പോൾ അതിനെ ചീത്ത വിളിച്ച് തൊഴിച്ച് അടിച്ച്, പക്ഷേ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞയാൾ വന്നപ്പം പട്ടി അവിടെ തന്നെ കിടക്കുന്നത്, പക്ഷെ അതിനെ മോനെ മക്കളെന്നൊക്കെ വിളിച്ച് അതിനെ തലോടി അവിടെ നിന്ന് എഴുന്നേപ്പിച്ച് മാറ്റി കിടത്തി. ഒരു കഥ പോലെ മനസ്സിലാക്കിയാൽ മതി ഇത്. ഇപ്പോൾ പട്ടിക്ക് തന്നെ ഒരു വിചാരം, ഈ മനുഷ്യന് എന്തു പറ്റി എന്ന്. അപ്പം അത്രയ്ക്കും നമ്മുടെ ജീവിതത്തിൽ സമൂലമായ പരിവർത്തനം, എ ഡ്രാസ്റ്റിക് ചേഞ്ച്, എ റെവല്യൂഷണറി ചേഞ്ച്, ടച്ചിങ് എവറി സ്ഫിയർ ഓഫ് അവർ ലൈഫ്, എവറി സ്ഫിയർ ഓഫ് ലൈഫ്. അതിൽ പിന്നെ ടൈം മാനേജ്മെന്റ്, മണി മാനേജ്മെന്റ് തുടങ്ങിയുള്ള സർവ മാനേജ്മെന്റും തന്നെ അങ്ങ് ആയിക്കോളും യഥാർത്ഥ രക്ഷാ അനുഭവത്തിലേക്ക് നമ്മൾ എത്തിയാൽ. അതാണ് രക്ഷയുടെ അഞ്ചാമത്തെ ഒരു അർത്ഥതലമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. വേറെ ഉണ്ട്, അതിലേക്ക് നമുക്ക് അത്ര പ്രസക്തമായതല്ലാത്തത് കൊണ്ട് പോകുന്നില്ല. സ്തോത്രം. ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടോ? ഇല്ലെങ്കിൽ ഒന്നും കൂടെ നമുക്ക് ആ 3ഉം 4ഉം വാക്യങ്ങൾ ഒന്ന് വായിക്കാം. അല്ലെ 2ഉം 3ഉം 4ഉം വാക്യങ്ങൾ ഒന്നും കൂടെ വായിക്കാം. എബ്രായർ 2 ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീരപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? സ്തോത്രം. നമ്മൾ ഇതുവരെ രക്ഷയെ സംബന്ധിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് രക്ഷയെ, ഇവിടുത്തെ പാപം, എന്ത് പാപത്തെക്കുറിച്ചാണ് ഇവിടെ നമുക്ക് താക്കീത് തരുന്നത്? ഏത് പാപത്തെക്കുറിച്ചാ? അല്ലെങ്കിൽ ഇവിടെ പറയപ്പെട്ടിരിക്കുന്ന പാപം, താക്കീത് ചെയ്യപ്പെടുന്ന പാപം ഏത് പാപമാ? ലംഘനം, അനുസരണക്കേട്. അല്ല, അത് പഴയ നിയമത്തിലെ കാര്യമാണ്. അവഗണനയാണ്. അവഗണന, രക്ഷയെ അവഗണിക്കുന്ന പാപമാണിവിടെ. രക്ഷയെ നിരസിക്കുന്ന പാപമല്ല. രക്ഷയെയോ രക്ഷകനെയോ തള്ളിക്കളയുന്ന പാപമല്ല. സ്തോത്രം. Here is the sin of negligence, not actually rejection. Here, not rejecting, not despising, but simply neglecting, not giving the due value, not considering salvation seriously. This is the problem here. ഇത് രക്ഷിക്കപ്പെടാത്തവരുടെ പാപമല്ല. ഇത് അവിശ്വാസികളുടെ പാപമല്ല. അവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അത് പറഞ്ഞ് ഇന്ന് നിർത്താമെന്ന് കരുതുന്നു. The sin of negligence,
Yes, not paying much or closer or due attention. ഇത് രക്ഷയെ നിരസിക്കലല്ല. അതായിരുന്നെങ്കിൽ നമുക്ക് ഒരുപക്ഷെ രക്ഷപ്പെടാമായിരുന്നു. കാരണം രക്ഷകനെ, യേശുവിനെ നമ്മൾ ആരും നിരസിക്കുന്നില്ല, തള്ളിക്കളയുന്നില്ല, അവിശ്വസിക്കുന്നില്ല, തിരസ്കരിക്കുന്നില്ല, മത്സരഭാവം കാണിക്കുന്നില്ല. We are not rejecting, despising the Savior and the salvation, but simply we are not serious about. That's all. ആത്മീയനാണോ? നമ്മൾ തന്നെ പറയുമല്ലോ, പൊത്തുവരുത്ത ജീവിതം. നമ്മുടെ പെന്തക്കോസ്തിൻ്റെ ഒരു തനതായ ഭാഷയാണത്, പൊത്തുവരുത്ത ജീവിതം. വെളിപ്പാട് പുസ്തകത്തിന്റെ ഭാഷയിൽ ലവോദിക്യ സഭയോട് യേശുക്രിസ്തുവിന്റെ ദൂത്, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, ശീതോഷ്ണവാനാകിയാൽ, ലൂക്ക് വാം, ശീതോഷ്ണവാനാകയാൽ. നീ രക്ഷിക്കപ്പെട്ടവനല്ലായിരുന്നെങ്കിൽ അതാണ് ശീതവാൻ. പോട്ടെ, നീ രക്ഷിക്കപ്പെട്ടില്ലെന്നേ ഉള്ളൂ. ഉഷ്ണവാൻ, നീ നല്ല ആത്മീയനാ. പക്ഷെ ഇത് രണ്ടുമല്ല, ഇത് രണ്ടുമല്ല. നമ്മുടെ സഭകളിലെ ഒട്ടുമുക്കാൽ പേരുടെയും സ്ഥിതി ഇതല്ലേ? ഒരു പൊത്തുവരുത്തം. അവിശ്വാസിയാണോ? അല്ല. വിഗ്രഹാരാധിയാണോ? അല്ല. കത്തോലിക്കനാണോ? അല്ല. യാക്കോബക്കാരനാണോ? അല്ല. ഇങ്ങേറ്റം വന്നിട്ട് ബ്രദറൻകാരൻ വരെ അല്ല, പെന്തക്കോസ്തുകാരന്, അകത്തെ ആള. എന്നാൽ ഈ ആത്മീയ അനുഭവങ്ങളെ ഗൗരവത്തോടെ കാണുന്നുണ്ടോ? ഇല്ല. ആത്മീയ ജീവിതത്തിന് പ്രാഥമികത കൊടുക്കുന്നുണ്ടോ? ഇല്ല. ഒരു നോമിനൽ പെന്റിക്കോസ്റ്റാലിസം. നമ്മൾ കത്തോലിക്കര് തുടങ്ങി ഇവാഞ്ചലിക്കലുകാർ വരെ ഉള്ളവരെ നാമധേയ ക്രിസ്ത്യാനികൾ എന്നാണ് വിളിക്കുന്നത്. നോമിനൽ ക്രിസ്ത്യൻസ് എന്നാണ് നമ്മൾ അവരെ വിളിക്കുന്നത്. നാമധേയ ക്രിസ്ത്യാനികൾ, പേരിന് മാത്രം ക്രിസ്ത്യാനി. ഇന്ന് നമ്മുടെ പെന്തക്കോസ്തുകാരുടെ അവസ്ഥ എന്താ? നോമിനൽ പെന്റിക്കോസ്റ്റൽസ്. ഇവിടുത്തെ പാപം അതാ. പക്ഷെ ആ പാപത്തെ ദൈവത്തിൻ്റെ നീക്കുപോക്കില്ലാത്ത ശിക്ഷാവിധിക്ക് അർഹമായ പാപമായി നമ്മൾ കാണുന്നുണ്ടോ? ഇല്ലെന്നുള്ളതാ സത്യം. ഈ ദിവസങ്ങളിലെ പഠനം എന്നെ വല്ലാതെ ചിന്തിപ്പിക്കുന്നുണ്ട് കേട്ടോ, എന്നെ വല്ലാതെ അലട്ടുന്നുണ്ടത്. ഈ കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് പതിവിലധികം പൊത്തുവരുത്തം എന്ന ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. ഇന്നും ഞാൻ രാവിലെ ഇങ്ങോട്ട് വരുന്ന വഴി, കോളേജിലേക്ക് വരുന്ന വഴി, ഞാൻ പറഞ്ഞല്ലോ 1.5 മണിക്കൂറത്തെ യാത്രയുണ്ടെന്ന്. അപ്പോൾ അതിൽ ഞാൻ എനിക്ക് വേണ്ടി തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണിത്. കർത്താവേ, ഒരു പൊത്തുവരുത്ത പെന്തക്കോസ്തുകാരനായിരിക്കാൻ എന്നെ അനുവദിക്കരുത്. ഞാനത് ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിയ സമയം, ബൈബിൾ സ്കൂളിലൊക്കെ പോയ ആദ്യത്തെ വർഷം, എൻ്റെ ബൈബിൾ സ്കൂളിൻ്റെ ആദ്യ വർഷം സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ഏതാണ്ട് പകുതി മുതൽക്കാണ്
ഞാൻ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ കൂടുതൽ ശക്തിപ്പെടുന്നത്. ആ വ്യക്തിപരമായ പ്രാർത്ഥനയിലാണ് കർത്താവ് എന്നെ ഒത്തിരി കാര്യങ്ങൾ ദൈവവചനത്തിൽ നിന്നും ആത്മീയതയെക്കുറിച്ചും പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ആദ്യത്തെ ചില നാളുകൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ പല സമയത്ത് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതിൽ വൈകുന്നേരം ഞങ്ങളുടെ രാത്രി ബൈബിൾ സ്കൂളുകൾ അന്നൊക്കെ കഞ്ഞിയാണ്. 7 മണിക്ക് ഞങ്ങൾക്ക് കഞ്ഞി കിട്ടും. അതിനു മുമ്പാണ് എൻ്റെ വൈകുന്നേരത്തെ വ്യക്തിപരമായ പ്രാർത്ഥന. ആ വൈകുന്നേരത്തെ പ്രാർത്ഥനയിൽ ഞാൻ എനിക്ക് വേണ്ടി മാത്രമേ പ്രാർത്ഥിക്കൂ. ഓരോ സമയത്തെ പ്രാർത്ഥന ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. അതില്ലാതെ എനിക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയായിരുന്നു. ഭൗതികമായ കാര്യങ്ങളൊന്നുമല്ല. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുള്ളത്, കർത്താവെ, എനിക്കൊരു നോമിനൽ പെന്റിക്കോസ്റ്റൽ പാസ്റ്ററായിട്ടിരിക്കാൻ താല്പര്യമില്ല. എല്ലാവരും പാസ്റ്റർമാരെ, ഞാനും പാസ്റ്ററാണ്. എല്ലാം പെന്തക്കോസ്തുകാരെ, ഞാനും പെന്തക്കോസ്തുകാരനാണ്. വേണ്ട കർത്താവെ, അങ്ങനെ എനിക്ക് ആകരുത്, അങ്ങനെ എനിക്ക് ആകണ്ട. ആ കാലങ്ങൾക്ക് ശേഷം ഉള്ളത്തിൽ തൊട്ട് ഞാൻ ആ വിഷയം ഈ ദിവസങ്ങളിൽ വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഇന്നുവരെ നമ്മളുടെ പൊത്തുവരുത്തമായ നോമിനലായിട്ടുള്ള കാഷ്വലായിട്ടുള്ള ക്രിസ്തീയ ജീവിതം, where we do not give the due consideration for our spiritual life, where we are not serious about our personal relationship with Christ, where we are not that serious about our spiritual status, personal holiness, obedience to the very simple and silly command of God, where we are not that serious about pleasing God. നമ്മുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് അർഹമായ ഗൗരവമില്ലായ്മ, ദൈവവും നാമും തമ്മിലുള്ള, ക്രിസ്തുവും നാമും തമ്മിലുള്ള വ്യക്തിപരമായ ആഴത്തിലെ ബന്ധത്തിന് അർഹമായ മൂല്യം കൊടുക്കായിക, വിശുദ്ധ ജീവിതത്തിനും ദൈവവചനത്തിൻ്റെ ഏറ്റവും നിസ്സാരമെന്ന് തോന്നുന്ന, ചെറുതെന്ന് തോന്നുന്ന കൽപ്പന അനുസരിക്കുന്നതിനും, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനും, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നതിനും വേണ്ടത്ര ഊന്നൽ നൽകാതിരിക്കുക. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് ചേർത്ത് വയ്ക്കാം. ഇതൊക്കെയാണ് അവഗണന. എന്തിനെ അവഗണിക്കുന്നു? രക്ഷയെ അവഗണിക്കുന്നു. ഇപ്പോൾ യേശുക്രിസ്തു വരികയോ, ഇത് എൻ്റെ അവസാന ശ്വാസമായിരിക്കുകയോ ചെയ്താൽ എനിക്ക് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായത് നഷ്ടമാകാതിരിക്കണം എന്ന ഉൾബോധത്തോടെ, ഗൗരവത്തോടെ ജീവിക്കാത്ത അവസ്ഥ.
സ്തോത്രം. മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ. നമ്മൾ സ്റ്റീരിയോ ടൈപ്പായിട്ട് ഈ പഠിച്ചു വച്ചിരിക്കുന്ന പ്രാർത്ഥനയായിട്ട് ഇന്ന് രാത്രിയിലും കിടക്കാൻ നേരം നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ, ഇന്ന് രാത്രി നിന്റെ വരവാണെങ്കിൽ എടുക്കപ്പെടാനും ഇല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കാനും സഹായിക്കണേ. നമ്മൾ പ്രാർത്ഥിക്കും. രാവിലെ പ്രാർത്ഥിക്കത്തില്ല, കർത്താവ് ഇന്ന് പകൽ നിന്റെ വരവാണെങ്കിൽ എടുക്കപ്പെടാനെന്ന്. കാരണം എങ്ങനെയോ നമ്മുടെ മനസ്സിനകത്ത് കടന്നിട്ടുണ്ട് രാത്രിയിലെ കർത്താവ് വരുത്തുള്ളത്. അതിന് ഇവിടുത്തെ രാത്രിയാണോ അതോ ഇനി ഭൂമിയുടെ അങ്ങേ സൈഡിൽ രാത്രിയാണോ നമുക്ക് നമ്മൾ താമസിക്കുന്നിടത്ത് രാത്രി ആയിരിക്കുന്ന ഒരു ചിന്തയിലാണ് നമ്മൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. ഇല്ലയോ? ഒന്ന് ചിന്തിച്ച് നോക്കിക്കും. രാത്രി തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുക, പക്ഷെ രാവിലെ പ്രാർത്ഥിക്കാറുണ്ടോ? നല്ല ശതമാനം പേരും രാവിലെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാറില്ല. അപ്പം നമ്മൾ അങ്ങനെ ഒരു പ്രാർത്ഥന അങ്ങ് പറഞ്ഞു പോകുമെങ്കിലും സത്യത്തിൽ ഇന്ന് രാത്രി ഞാൻ ഈ കിടക്കുന്ന കിടപ്പ് എൻ്റെ മരണക്കിടക്കയോ അല്ല കർത്താവിൻ്റെ വരവിൻ്റെ സമയമോ ആയിരിക്കും എന്ന ബോധ്യത്തോടെയും അങ്ങനെയാണെങ്കിൽ എന്ത് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന അത് പ്രാപിക്കാനുള്ള അവസ്ഥയിലുമാണോ നാം ജീവിക്കുന്നത്? ഞാൻ പറഞ്ഞത് നിങ്ങളോട് എത്തിയോ? സ്തോത്രം, സ്തോത്രം. യെസ്. ചിലപ്പോൾ രാത്രി നമ്മൾ കിടന്നുറങ്ങുന്നത് ഭാര്യ ഭർത്താവും തമ്മിൽ തന്നെ ഒരു ചെറിയ ഈശാപൂശ ഉണ്ടായിട്ടായിരിക്കും. ഒരു ചെറിയ ഒരു കൊച്ചു സൗന്ദര്യപ്പണക്കം. എന്നും ചിലപ്പോൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഉറങ്ങുന്നവര് അന്ന് രാത്രി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ ഉള്ള മാനസികാവസ്ഥ ഇല്ലാതെ ഉറങ്ങുന്ന ഒരു രാത്രി ഭാര്യയും ഭർത്താവും തമ്മില. അന്നും ചിലപ്പോൾ നമ്മളിത് പ്രാർത്ഥിച്ചിട്ടാണ് കിടക്കുന്നത്. ഒറ്റയ്ക്കൊറ്റയ്ക്കാണെങ്കിൽ ഇത് മനസ്സിൽ കരുതിയാണ് കിടക്കുന്നത്. എന്നാലും ഇന്ന് രാത്രി കർത്താവ് വരാൻ സാധ്യതയുണ്ടെന്നൊരു ഗൗരവം വരെ ചിന്ത ഉണ്ടാകുമോ? ഉണ്ടെങ്കിൽ ഇങ്ങനെ ആകത്തില്ല. സ്തോത്രം. അടുത്ത ആഴ്ചയായിട്ട് അടുത്ത ഞായറാഴ്ചയ്ക്ക് മുമ്പ് കാര്യം പരിഹരിക്കാം എന്ന് നമ്മൾ വെക്കത്തില്ല. അത് മാതാപിതാക്കളും മക്കളും തമ്മിലായാലും അയലത്തുകാരുമായിട്ടായാലും. ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ വേറെ എന്തല്ല. രണ്ട് വ്യക്തികൾ തമ്മിലാകണമെന്നില്ല കാര്യം. സ്വന്തമായ ജീവിതത്തിൽ തന്നെയാകാം, നമ്മുടെ ചിന്തകളിൽ തന്നെയാകാം. സ്തോത്രം. ഈ വളരെ ഗൗരവമായ കാര്യം നാം മനസ്സിലാക്കണം. സ്തോത്രം. ഇതാണ് രക്ഷയെ അവഗണിക്കുക. അറിയാം ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പക്ഷേ നമുക്കറിയാം എപ്പോൾ വേണേലും ഈ ശ്വാസം നിലയ്ക്കാം, എപ്പോൾ വേണമെങ്കിലും. ഇന്നലെയോ മിനിയാന്നത്തെയോ പത്രത്തിൽ ഞാൻ വായിച്ചു, ഒമാനിൽ നിന്നാണെന്ന് തോന്നുന്നു, അതോ കുവൈറ്റിൽ നിന്നാണോ, ഭാര്യയോടും മകളോടും ഒരു ബന്ധുവിനോടും കൂടെ നാട്ടിലേക്ക് യാത്ര തിരിച്ച വെറും 35 വയസ്സുള്ള ഒരു മലയാളി യാത്രക്കിടയിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. 35 വയസ്സേ ഉള്ളൂ. ഭാര്യയും മോളും ഒരു ബന്ധുവും കൂടെ ഉണ്ട്. നാട്ടിലേക്ക് വലിയ സന്തോഷത്തോടെ യാത്ര തിരിച്ചതാണ്. ഇത് നമുക്കും സംഭവിക്കാമെന്ന തികഞ്ഞ ബോധ്യം നമുക്കുണ്ടല്ലേ? നമുക്കറിയാതെ.
പക്ഷേ ഈ നിമിഷത്തിൽ അങ്ങനെ എനിക്ക് സംഭവിച്ചാൽ എനിക്ക് കർത്താവിനോടൊപ്പമുള്ള നിത്യത നഷ്ടമാകരുത് എന്ന ഒരു അവസ്ഥയിലാണോ നമ്മുടെ ജീവിതം? അല്ല എന്നുള്ളതായിരിക്കും ശരി, അല്ലേ? യേശു കർത്താവ് ഏത് നിമിഷവും വരാം. കർത്താവിൻ്റെ ഗംഭീരനാദം എപ്പോൾ വേണമെങ്കിലും മുഴങ്ങാം. നമ്മുടെ പ്രസംഗകരൊക്കെ പറയുന്നത് പോലെ ദൂതന്മാരിങ്ങനെ വീണ അല്ലെങ്കിൽ കാഹളം ചുണ്ടോടടുപ്പിച്ച് പിടിച്ചിരിക്കുക. 1 2 3 ബ്ലോ എന്ന് ദൈവം പറയാനിരിക്കുന്നു ഇവരൂതാൻ. അത്രയ്ക്ക് ചുണ്ടോടടുപ്പിച്ച് പിടിച്ചിരിക്കുകയാണെന്ന് നമ്മൾ പ്രസംഗിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര ആവേശം തോന്നും. പ്രസംഗം കേൾക്കുന്നവർ ഹല്ലേലൂയ പറയും, കൈ പൊക്കുകയും ചിലർ കൈയടിക്കുകയും അന്യഭാഷ പറയുകയൊക്കെ ചെയ്യും. ചിലർ വേണമെങ്കിൽ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കും. പക്ഷേ അത്രയ്ക്കും യേശുക്രിസ്തുവിൻ്റെ വരവാസന്നമാണ് എന്ന ഒരുക്കം നമുക്കുണ്ടോ? ഇല്ല എന്നതായിരിക്കും അധികം പേരുടെയും ഉത്തരം. എല്ലാവരുടെയും എന്ന് ഞാൻ പറയുന്നില്ല, അധികം പേരുടെയും ഉത്തരം ഇത് തന്നെയാണ്. നമ്മളിപ്പോൾ വായിക്കുന്ന എബ്രായർ 2:3-4 വാക്യങ്ങളിലെ പാപം, അവഗണന എന്ന പാപം. സ്തോത്രം. ആ പാപം നമ്മിലുണ്ടോ? സാധ്യതയുണ്ട്. അത് ഇത്രയ്ക്കും ഗൗരവമേറിയ പാപമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് രാത്രി നമുക്കത് മനസ്സിലാക്കാം. നിസ്സാരമല്ലത്, ഗൗരവമേറിയ പാപമാണ്. രക്ഷയെ അവഗണിക്കുക. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ ഒരിക്കലും അവഗണന ഉണ്ടാകരുത്. സ്തോത്രം. അർഹിക്കുന്ന ഗൗരവത്തോടെ നമുക്ക് ഈ വിഷയം കൈകാര്യം ചെയ്യണം. ഓരോ ശ്വാസവും നമ്മുടെ അവസാന ശ്വാസമാണെന്നുള്ള ഒരു തിരിച്ചറിവോടെ നമ്മുടെ ജീവിതം ക്രമീകരിക്കണം. ഈ നിമിഷത്തിൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും എങ്കിൽ ഞാൻ കൈവിടപ്പെട്ടു പോകരുത് എന്നുള്ള ഒരുക്കം നമ്മൾ ഉണ്ടായിരിക്കണം. സ്തോത്രം. ഊണിലും ഉറക്കത്തിലും ആ ഒരു ഒരുക്കത്തോടെ നാം ആയിരിക്കുന്നെങ്കിൽ ഈ പാപത്തിൽ നിന്ന്, അതിൻ്റെ പരിണിതഫലമായ നീക്കുപോക്കില്ലാത്ത ശിക്ഷാവിധിയിൽ നിന്നും ഒഴിവുള്ളവരാകാം. അതിന് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഒരുക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം.